വെൽക്കം ബാക്ക് മച്ചന്മാരെ. അപ്പൊ നമ്മളെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് 2 മാസമായി. അപ്പൊ 2 മാസം ശേഷം നമ്മളെ ആൽബം കിട്ടിയിട്ടുണ്ട്. ആൽബത്തിന്റെ അൺബോക്സിംഗ് ആണ് നിങ്ങളിപ്പോ കാണാൻ പോകുന്നത്. അമലിന്റെ വീട്ടിലാണ് നിൽക്കണം. അവനുണ്ട്, അശ്വണ്ട്, നാദർശി ഉണ്ട്. അപ്പൊ നമ്മള് വീഡിയോ ഇട്ട് പോവാം. ഓക്കെ, ഇത് പൊട്ടിക്കുമ്പോഴേ ഇതിന്റെ അകത്ത് എന്തിനൊക്കെ ഉണ്ടാവും? എല്ലാ ഐറ്റം ഉണ്ടാവും. അതാ വീഡിയോ ഇതുണ്ടാവും. അതായത് അങ്ങനെ പറയില്ലേ? പറ ഇതിന്റെ അകത്ത് എന്തിനുണ്ടാവും? പറ, പ്രഡിക്ഷൻ പറ. ആൽബം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാ ഐറ്റംസ് ഉണ്ട്. അശ്വിൻ പറയണം എന്തിനുണ്ടാവും? നീ കൊണ്ടുവന്നോണ്ടല്ലേ ഇപ്പൊ കുറച്ചിനോടെ മാറി. നിന്റെ പറയാൻ പറ. ആള് മാറിപ്പോയി. വേറെ ചെറുക്കന് വേണ്ടി തന്നിട്ട് ഇത് നമ്മളെ ചേച്ചി അല്ല. ഇതൊന്നുമല്ല, പ്രൊമോഷൻ ഇത് നമ്മള് ഫേമസ് ആക്കണം. എനിക്കറിയാം, ഓക്കെ 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 ഗൈസ്, ഇത് 2024 ഒരു കലണ്ടർ ഉണ്ട്. ഇതിന്റെ ഇപ്പുറത്ത് 2025 2 വർഷം കാണാൻ. ഇത് വെച്ചാൽ അവർ ഉദ്ദേശിച്ചത് 2024 ചെയ്ത 2025 കിട്ടുള്ളൂ അവർക്ക് അറിയാം. എല്ലാ രണ്ടൊന്ന് ഫോട്ടോകളൊക്കെ വെച്ചിട്ടുള്ള ഒരു കലണ്ടർ ഉണ്ട്. ഇതൊരു മസ്റ്റ് ട്രൈ ഐറ്റം ആണ്. ഇടാടാ, മിണ്ടാടാ, കുറ്റം പറയാതാ. ഓക്കെ, ഇത് നമ്മള് ഇവിടെ വയ്ക്കുക. ഗായ്സ്, ഇത് നമ്മുടെ ആൽബമാണ്. ഇത് ബാക്കി അങ്ങോട്ട് വെച്ചേക്കാം. എന്തിനാണെന്ന് നമുക്ക് നോക്കാം. ഇത് ആൽബത്തിന്റെ ഇതൊരു പെട്ടിയാണ്. ഇന്റീരിയർ ഇതൊരു പെട്ടിയാണ്. അതൊരു പെട്ടിയാണ്. ഇത് പെട്ടിയാണ്. ഈ പെട്ടിയുടെ അകത്ത് ഇതാണ് ഇങ്ങനെയാ, കിഴങ്ങ് പോലെ മണ്ടത്തിന് പറയുന്നത്. ഇത് ഗ്ലാസ് ആണ്. ഗ്ലാസ് നല്ല തങ്കം പോലെ. ഇതാണ് ഫ്രണ്ട്. അച്ഛനെ നിന്റെ അഭിപ്രായം പറ. വളരെ നന്നായിട്ടുണ്ട്, എനിക്ക് ഇഷ്ടമായി. ഓക്കെ, ഈ ഫോട്ടോ ഒക്കെ കൊള്ളാം. ഇത് കൊറേ ഫോട്ടോ ഉണ്ട്. ബാക്കി പൈസ കൊടുക്കണ്ട, നമ്മള് ഫോട്ടോ കണ്ടിട്ട് കൊടുക്കാന്ന് വിചാരിച്ച്. ഇത് നമ്മള് വാ ഇവിടെ ഇതാ. നമ്മള് അശ്വിൻ, ഞാൻ, അർഷയില്ലല്ലേ, അശ്വനി. ഓക്കെ അല്ലേ? ഇതാ ഞാൻ. പോയില്ലേ? വീണ്ടും വരും. ഞാനും ഇല്ല. അല്ലെ ഒരു ഫോട്ടോ മിസ്സാണ് കേട്ടോ. അല്ലെ കഴിക്കണ ഫോട്ടോ ഇല്ല. നമുക്ക് സംസാരിക്കാം. ഞാൻ അഴുക്ക് പറ്റിക്കില്ലേ? ഇത് നമുക്ക് ഇനി അടച്ചു വെക്കാം. ഇതൊക്കെയാണ് ഇത്രയും ഇതിലുള്ളത്. ഇനി വാ, അവനെടുക്കില്ലേ? ഇനി ഇതിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ഇനി ഇതിന്റെ അകത്തുള്ളത് ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ട്. ചെറുതായി പോയി, എന്നാലും കുഴപ്പമില്ല. നീ യവൻ കൊണ്ടുവന്ന ക്യാമറമാൻ. ഇതിനുള്ള കുറ്റങ്ങളൊന്നും പറഞ്ഞു തരാം പിന്നീട്. പിന്നെ ഒരു മിനി ആൽബം നമുക്ക് ട്രാവൽ ചെയ്യാൻ കൊണ്ടുപോകാം. ഇന്നലെ അവൻ പറഞ്ഞ ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ് മെമ്മറീസ് എന്ന് പറഞ്ഞ്, അങ്ങനെയല്ല, ഇങ്ങനെ സ്വീറ്റ് മെമ്മറീസിലാണ് പെൻഡ്രൈവ് തന്നേക്കണ. പെൻഡ്രൈവിൽ എന്തിനൊക്കെ ഉണ്ടെന്ന് നമുക്ക് വഴിയെ നോക്കാം. അത് ഇട്ട് നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. അപ്പം ഇതൊക്കെ എടുത്തില്ലേ? എല്ലാം എടുത്തില്ലേ? കാണിച്ചു കൊടുത്തോണ്ട് അച്ചു. എടാ അച്ചു, നീ ആക്കണെന്നറിയാം. എന്റെ വീട്ടിൽ നീ ഉണ്ടോ? ഓക്കെ, പയ്യെ പൊക്ലിയ.
എക്സൈറ്റ്മെന്റ് ഒക്കെ കളർ ഫോട്ടോ ഇത് ജിജിത്തുള്ള കാണണ്ട, ഇത് കാണാൻ മറന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഫോട്ടോ വരാൻ വേണ്ടി ആഗ്രഹിച്ച ചേച്ചിയാണ്. ഒരു ഫ്രെയിം പോലും ചേച്ചി കാണിച്ച മനസ്സിന് നമ്മൾ 1000 കണ്ണടച്ചിരുന്ന് പക്ഷെ ഇത് തൊഴണ പോലും ഇല്ല കേട്ടാ. പക്ഷെ ഇരിക്കണ ഫോട്ടോയും കിട്ടി പറഞ്ഞെങ്കിലും തലേ ദിവസത്തെ ഫോട്ടോ ഇല്ല അശ്വിന്. തലേ ദിവസം 5 മണിക്ക് ശേഷം വന്നത്. 5 മണിക്ക് ശേഷം വന്നോണ്ട് സൂര്യനുള്ള സമയത്തുള്ള ഫോട്ടോ വെട്ടുള്ള സമയത്ത് എല്ലാം ഇത് ഒരു ഔട്ട്ഡോറും ഇല്ലല്ലോടാ. ഔട്ട്ഡോർ ഫോട്ടോ ഇല്ല, എല്ലാം ലൈറ്റിങ്ങിലെ കളിയാണ് തലേ ദിവസം ഗൈസ്. ഇതാണ് അമല്, കുട്ടൻ, ഞാൻ. അശ്വി ഇല്ലല്ലോടാ, അക്ഷയ്. അത് അക്ഷയന്റെ കൂട്ടുകാരൻ. ചെറുക്കനെ പെണ്ണ് ഫുഡ് കഴിക്കുന്ന ഫോട്ടോ ഇല്ലേ? അശ്വിനെ എന്താടാ ഇത്? അങ്ങോട്ടൊന്നും ഇല്ല. എന്താ വെച്ചാ എടാ ഈ സെയിം സാധനം തന്നെ അതിൽ നോക്കി ഒന്നുമില്ല. ഇത് തെറ്റില്ലേ ക്യാമറ? അത് ഫുഡ് കഴിക്കാൻ ഓക്കെ അല്ലേ? ഇതെന്റെ ഇച്ചിരി കല്യാണം ഉണ്ട്, അതൊന്നും മറക്കുന്നു ഗൈസ്. അപ്പൊ ഇതാണ് നമ്മളെ കലണ്ടർ, ഈ ഒരു ഫോട്ടോ ഫ്രെയിം, പിന്നെ പെൻഡ്രൈവ്, ഒരു മിനി ആൽബം, പിന്നെ ഒറിജിനൽ ആൽബം. ഇത്ര അവരെ ഇതാരുടെയാണെന്നോ ഇത് അറിഞ്ഞൂടാ. ഇത്രയും നമ്മളിതുള്ള പൈസ ഇത്രയും കൊടുക്കാൻ സഹായിച്ച അശ്വിനും നന്ദി അറിയിക്കുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നതാണ്. വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ട് അവരുടെ അഭിപ്രായം പറഞ്ഞിട്ട് പൈസ കുറച്ചും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ആക്കുക. അപ്പൊ നമ്മൾ ഈ ചെറിയ വീഡിയോ ഇതാണ് അൺബോക്സിംഗിന്റെ, നമ്മളെ ആൽബം അൺബോക്സിംഗിന്റെ ചെറിയ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ. അത് ഞാൻ ഇപ്പൊ നിർത്തി വെച്ച